വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 5 years ഓഫ് ഹൗസ് കീപ്പിങ്ങിൻ്റെ ആ ഒരു 5 years എന്തെന്നുള്ള കാര്യമാണ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പം അധികം ഡീറ്റെയിൽസ് ഒന്നും ഇനി എക്സ്ട്രാ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. കാരണം എപ്പോഴും ഹൈജീനിക് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ക്ലീൻ ആയിട്ട് കിടക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഹൗസ് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലീൻ ആവുന്ന സമയത്ത് ആ ക്ലീൻ ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസിൽ നിന്ന് ഏതൊരു എംപ്ലോയിക്കും വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ടൈമിനായാലും അല്ലെങ്കിൽ പ്രൊഡക്ഷനിലായാലും ഒക്കെ അത്യാവശ്യം നല്ല എഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആക്സിഡൻറ്റ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമെല്ലാം ക്ലീനായിട്ട് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. The 5S is a system of organizing spaces so work can be performed efficiently, effectively and safely. The system focuses on putting everything where it belongs and keeping the workplace clean. It makes it easier for people to do their jobs without washing time or risking injury. 5S is a systematic approach to good housekeeping. The 5S means 5S എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അറിയേണ്ട ഫസ്റ്റ് വൺ സോർട്ടാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെറ്റ് ഇൻ ഓർഡർ. തേർഡ് വൺ ഷൈൻ ആൻഡ് ഫോർത്ത് വൺ സ്റ്റാൻഡർഡൈസ്. And fifth one sustain. Okay, 5S sort, set in order, shine, standardize, sustain. ഇതിൽ സോർട്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് ആ യൂസ്ഫുൾ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് മാറ്റിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കറക്റ്റ് ലെവലിൽ സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതാണ് സോർട്ടിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. The first step of S5 sort involves going through all the tools, furnitures, materials, equipments, etc. in a work area. Determine what needs to be present and what can be removed. Go through everything, throw away rubbish, archive all stuff you may need, decide what you need in that area on a daily and weekly basis. Everything else must be removed. Sentiment cannot play a part here. This is a manufacturing environment. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക, ആവശ്യമില്ലാത്തതിനെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് നീക്കം ചെയ്യുക. അത് തന്നെയാണ് സോർട്ടിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ സെറ്റ് ഇൻ ഓർഡർ. ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യും, ശരിയായ സ്ഥാനത്ത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് സെറ്റ് ഇൻ ഓർഡർ. ടേക്ക് ദ ഐറ്റംസ് യു നീഡ് ഇൻ ദാറ്റ് ഏരിയ ഓൺ എ ഡെയിലി ഓർ വീക്ക്ലി ബേസിസ്. ഫൈൻഡ് ദ ബെസ്റ്റ് ഹോംസ് ഫോർ ദം. Label items, mark locations, color code, mark it clear to anyone entering the area what should be where. And third one, shine and clean. നമ്മളെ വർക്ക് പ്ലേസ്, ടൂൾസ്, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഇവയെല്ലാം ക്ലീൻ ആയിട്ട് വെക്കണം. ആസ് യു ആർ സെറ്റിംഗ് എ ലൊക്കേഷൻസ് ഫോർ ഈച്ച് ഐറ്റം, ഗീവ് ഇറ്റ് എ വൈപ്പ്, check it is in good working order. Any broken item need to be fixed. If the working area is particularly dirty, more times should be set aside for a thorough clean. And then സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലീൻ ആയിട്ടും കറക്റ്റായിട്ടൊരു അറേഞ്ച്മെൻറ്റിൽ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യണം. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ന്യൂ അറേഞ്ച്മെൻറ്റ് ആൻഡ് എ ലെവൽ ഓഫ് clean lines becomes the new standards for each area. Take photos and displays them in the area. Talk about the 5S activities in toolbox, talks and daily meetings. Share ideas across the factory. This helps create new standards, bring consistency across the factory. And fifth one, sustain എന്ന് പറയുന്ന ഈ 5S അറേഞ്ച്മെൻറ്റും കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ഡിസിപ്ലിനായിട്ട് നമ്മൾ ചെയ്തു പോവുക. അത് തന്നെയാണ് സസ്റ്റെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ ഫസ്റ്റ് 4 S's ഹാവ് ബീൻ ഡൺ വെൽ, സസ്റ്റെയിനിങ് ക്ലീൻ ലൈൻസ് ആൻഡ് ഓർഗനൈസേഷൻ ബിക്കം സിംപ്ലർ. ഇറ്റ് ഈസ് ക്ലിയർ വെയർ എവറിത്തിങ് ഗോസ്. ഈച്ച് പേഴ്സൺ നോസ് വെയർ ടു റിട്ടേൺസ് തിങ്സ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ജോബ് ഓർ ഷിഫ്റ്റ്. യൂസ് സിമ്പിൾ ഓഡിറ്റ്സ് ടു track how well the 5S baselines is maintained weekly, not areas for improvement in the week ahead. And the next section, work permit system. Okay, work permit system means the work permit specifies the